ഡംബിള ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു 5:30 മണിയാകുമ്പോൾ ഇറങ്ങി. ഇവിടെ രാവണന്റെ കോട്ട കാണാനുണ്ടല്ലേ, ലയൺ റോക്ക്, അവിടെ പോയി അത് കണ്ടിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ടെമ്പിൾ തന്നെ, നമ്മൾ ഇന്നലെ താമസിച്ചതിൻ്റെ അടുത്ത് തന്നെ ഒരു കേവ് ടെമ്പിൾ ഉണ്ട്, ഒരു ബുദ്ധ ടെമ്പിൾ. ഒത്തിരി കാണേണ്ട കാര്യങ്ങളാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മഴയ്ക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. ഇന്നും നാളെയും കൂടി മഴ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഒരു ട്രിപ്പിൽ അതൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടീമൊക്കെ അതാ ബാക്കിൽ ഇപ്പോൾ കഴിച്ചുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഡ്രൈവറെ പുള്ളി നല്ല ഡ്രൈവറാ, നല്ല വാനോ. ഇതിപ്പോൾ ഡംബിള ടു സിഗിരിയ ആ റോഡാട്ടോ. എല്ലാ റോഡും ഇവിടുത്തെ അടിപൊളി റോഡാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളിയാണ് ഇവിടുത്തെ. ഈ ശ്രീലങ്കയിൽ വന്നാൽ നമ്മൾ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാട്ടോ സിഗിരിയയിലുള്ള രാവണൻ്റെ കോട്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലം. പക്ഷേ നമ്മളെ ടീമൊക്കെ രാവിലെ, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അവിടെ പോയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് രാവിലെ എന്തോ ചെറിയ അസ്വസ്ഥതകളൊക്കെ, ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കയറി പോകാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വരുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. സിംഹഗിരി എന്നുള്ള പേര് ലോപിച്ചാണ് അത് നമ്മളെ സിഗിരിയ എന്നുള്ളത്. ഓൺ ദി വേ ഇവിടെ ഒരു കാർവിങ്ങിൻ്റെ സ്ഥലമുണ്ട് കേട്ടോ, അതൊന്ന് കാണാൻ വേണ്ടി നിർത്തിയതാണ്. ഇങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അത് അടിപൊളി ഒരു സ്ഥലമാണ്, എന്തായാലും അത് ഞാൻ കാണിക്കാം. അതിൻ്റെ ഷോറൂമിലേക്ക് കയറുന്നതിന് മുന്നേ ഇവിടെ ഒരു കാർവിങ് നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വുഡിൻ്റെ മുകളിൽ മൊത്തമായിട്ട് കൊത്തിയെടുക്കുന്നതാണ്. അപ്പോൾ അതിതാ ഇവിടെ കൊത്തി വെച്ചത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതേമാതിരി പേപ്പറിൽ ഫസ്റ്റ് തന്നെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് ഇത് വുഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഷേപ്പിൽ കൊത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട്, നല്ല ഹാൻഡ് വർക്കാണ്. നമ്മളിപ്പോൾ പോകുന്ന ആ ഒരു കേവ് ടെമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്ന പെയിൻറ്റിംഗ് ഒക്കെ ഇതേമാതിരിയുള്ള വുഡിൽ നിന്ന് കളർ ചെയ്തിട്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു സാമ്പിളാണ് പുള്ളി കാണിക്കുന്നത്. Rainbow. Come on, red color. This is a metal stick. ഇങ്ങനെ നേരത്തെ നമ്മൾ കണ്ടില്ലേ പേപ്പറിൽ വരച്ച്, അതേമാതിരി വരച്ച് മരത്തിൽ കൊത്തിയെടുത്ത് ഇതേമാതിരി ഉണ്ടാക്കുന്ന സാധനങ്ങളെയൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് പോളിഷ് ചെയ്ത ഫിനിഷ്ഡ് സാധനങ്ങൾ നമുക്കിവിടെ കാണാം. മരത്തിലും പിന്നെ മാർബിളിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപടി ഐറ്റങ്ങൾ, നമ്മളെ വീടുകളോ ഓഫീസുകളോ ഒക്കെ അലങ്കരിക്കാൻ പറ്റിയ വിവിധ തരം, വിവിധ വലുപ്പത്തിൽ, വിവിധ സാമ്പത്തികത്തിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പുതിയ വീടുണ്ടാക്കുന്നവർക്കൊക്കെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള ഒരു ഡെക്കറേഷന് പറ്റിയ എല്ലാം ഉണ്ട്. ഒരു ബുദ്ധൻ്റെത് ഇവിടെ, മിക്കവാറും ബുദ്ധൻ്റെതാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഒരു കർഷകൻ്റെത് കാണാം. ഇതെല്ലാം തടിയിൽ, ഇത് കല്ലിൽ നിർമ്മിച്ചാണ്, ബുദ്ധന മരത്തിലാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു ഒറ്റ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത്ര ഏകദേശം ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും കൊടുക്കണം. ഇതൊക്കെ ടീപ്പോയ്ക്കുള്ള സ്റ്റാൻഡുകളാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടാൽ ഇതേമാതിരി നമുക്ക് ടീപ്പോയ് ആക്കിയിട്ടോ അങ്ങനെ ടേബിൾ ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ കാർവിങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടോ. പ്രത്യേകിച്ച് നമ്മളാരും ഒന്നും സാധനങ്ങളൊന്നും വാങ്ങിയില്ല. കാരണം നമ്മൾ ഇന്ന് ശ്രീലങ്കയിലെ യാത്ര തുടങ്ങിയ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് സാധനങ്ങളൊന്നും വാങ്ങണ്ട, ഇനി പല സ്ഥലത്തും പോകാനുണ്ടെന്നുള്ളൊരു പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്തില്ല. ഇവിടുത്തെ ട്രാഫിക്കൊക്കെ കണ്ടില്ലേ, നമ്മളെ നാട്ടിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു രാജ്യമാണ്. നമ്മളൊക്കെ വളരെ പുച്ഛിക്കുന്ന മാതിരിയുള്ളൊരു രാജ്യത്ത് കർശനമാണ് കേട്ടോ ട്രാഫിക് നിയമങ്ങളൊക്കെ. വണ്ടി ആളെ കണ്ട വണ്ടി നിർത്തി കൊടുക്കണം. പിന്നെ ആ റോഡിനുള്ള ലൈനൊക്കെ എന്തിനാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വണ്ടി ഓടിക്കണം. അങ്ങനെ നമ്മളിപ്പം ഡംബിള കേവ് ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. എത്ര മനോഹരമായ വഴികളാണെന്ന് നോക്കി, ഇരുവശത്തും തിങ്ങി നിറഞ്ഞ മരങ്ങൾ, പച്ചപ്പാണ്, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്ന സ്ഥലം. പിന്നെ മഴ ഇപ്പം ചെറുതായി പൊടിയുന്നുണ്ട്, നമ്മൾ ക്ലാസ്സിലേക്ക് നോക്കിയാൽ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടു. അതിൻ്റെ ഒരു ഒരു ഗേറ്റ് അവിടെ നമുക്ക് മുന്നിൽ കാണാം, ഡംബിള കേവ് ടെമ്പിൾ. ഈ കേവ് ടെമ്പിളിൻ്റെ ആ പരിസരത്തെത്തുമ്പോൾ തന്നെ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. എന്ത് വൃത്തിയിലാണ് ഇതൊക്കെ സൂക്ഷിച്ചത് നോക്കി. നമ്മുടെ ഡ്രൈവർ ഇതിനെപ്പറ്റിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്.
പാർക്കിംഗ് സ്ഥലമാണ് നമ്മളെ റൈറ്റിൽ. അപ്പോൾ ഡ്രൈവർ അവിടെ പാർക്ക് ചെയ്യും, നമുക്ക് മുകളിൽ പോയിട്ട് വരാം. മുകളിലാണ് ഇതിൻ്റെ ടിക്കറ്റ് ഓഫീസൊന്നും ഇവിടുന്ന് കാണുന്നുണ്ട്. ഒത്തിരി സായിപ്പന്മാർ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും സായിപ്പിനാണ് കാണുക. നമ്മളെ മലയാളീസിനൊന്നും ഞങ്ങൾ ഇതുവരെ എവിടെയും കണ്ടില്ല. സിഗിരിയ കോട്ടയിൽ പോയപ്പോൾ കണ്ടില്ല എന്നാണ് നമ്മളെ കൂട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇവരെവിടെ ഉണ്ടെങ്കിലും അവിടെ എന്തുണ്ടെങ്കിലും അവിടെ ഈ സായിപ്പന്മാരുണ്ടാവും. അപ്പോൾ നല്ല ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കുടയെടുക്കുകയാണ് ഇപ്പോൾ വണ്ടിയിൽ നിന്ന്. കുടയെടുത്ത് നമുക്കും കയറണം. ടിക്കറ്റ് മുകളിൽ പോയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി മുകളിൽ പോയിട്ടുള്ള വിശേഷമൊക്കെ കാണാം. ഒത്തിരി പടിക്കെട്ടുകൾ കയറി പോകണം കേട്ടോ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താൻ. ഇപ്പോൾ ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല. കുറച്ച് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഏകദേശം നോർമലായി. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ കയറ്റം കയറുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കിട്ടും. നമ്മൾ 2000 ശ്രീലങ്കൻ റുപ്പിയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. 2000 നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 550-600 റുപ്പിക്ക് ഇടയിൽ വരുന്ന ഒരു ചാർജാണിത്. ഒത്തിരി കയറി പോകാനുണ്ട് കേട്ടോ മുകളിലേക്ക്. പക്ഷേ വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറിപ്പോകാം. എന്നാൽ ഇപ്പം മഴയ്ക്കും ഒരു ശമനമുണ്ട്. എന്നാലും കൊടിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എത്രയാ പടികളൊക്കെ നനഞ്ഞെടുക്കുകയാണ്. അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പം മഴ കഴിഞ്ഞേ ഉള്ളൂ തോന്നുന്നു ഇവിടെ കേട്ടോ. എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു പനോരമിക് വ്യൂ കിട്ടും. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ടെമ്പിളാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് ആ വിശേഷങ്ങളിലേക്കൊന്ന് കാണാം. ഒത്തിരിയേറെ കൽപ്പാടുകളൊക്കെ താണ്ടി നമ്മളിപ്പോൾ മുകളിലെത്തിയിട്ടു. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന റോക്ക് ടെമ്പിൾ. ബാക്കിൽ റോക്കാണ്, മുന്നിൽ ടെമ്പിൾ കാണാം. ഈ ടെമ്പിളിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള ഭാഗം മാത്രമേ നമുക്ക് ഇവിടെ കാണുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ പാറേൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മളെ ഒത്തിരി ഇവിടുന്ന് പനോരമിക് വ്യൂ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് വലിയ വ്യൂ ഒന്നും കാണാനില്ല. കാരണം മേഘങ്ങളാണ്, ഫോഗാണ്. കഴിഞ്ഞ ദിവസത്തെ മഴേൻ്റെയൊക്കെ ബാക്കി പത്രം നമുക്കവിടെ താഴെ കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല മന്ദമാരുതം, ചെറുതായിട്ട് കാറ്റ് ഒക്കെ കൂടിയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ സ്ഥലം കേട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ ടെമ്പിളിലേക്ക് കയറിയിട്ട് ബാക്കി അവിടുന്ന് പറയാം. BC 1-ാം നൂറ്റാണ്ടിൽ വട്ടഗാമിനി അഭയരാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചു കേട്ടോ. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുഹകളിൽ അഭയം പ്രാപിച്ച അദ്ദേഹം പിന്നീട് അധികാരം തിരിച്ചു പിടിച്ചപ്പോൾ ആ ഗുഹകളെല്ലാം കൂടി ഒരു ക്ഷേത്രമാക്കി മാറ്റിയതാണ്. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ 1991 ഇതിന് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഈ ക്ഷേത്ര സമുച്ചയങ്ങൾക്ക് പ്രധാനമായും 5 ഗുഹകളാണുള്ളത്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. ആകെ 153 ബുദ്ധ പ്രതിമകൾ ഇവിടെയുണ്ട്. ഇതിൽ ഏറ്റവും ആകർഷകം പാറയിൽ കൊത്തിയെടുത്ത 15 മീറ്റർ നീളമുള്ള ആ ബുദ്ധൻ്റെ ഒരു ശയന രൂപമാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത്. ഗുഹയുടെ മേൽക്കൂരയിലും പിന്നെ സൈഡിലെ ചുമരുകളിലൊക്കെ ആയിട്ട് ബുദ്ധൻ്റെ ജീവിത രീതിയൊക്കെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പല ചിത്രരചനകളും ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ബുദ്ധൻ്റെതല്ലാതെ തന്നെ ഇവിടുത്തെ പഴയ രാജാക്കന്മാരുടെയൊക്കെ പ്രതിമകളും നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇത് ശരിക നമ്മൾ രാവണൻ കോട്ടേൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് കേട്ടോ ഇതുള്ളത്. എന്ന് പറഞ്ഞാൽ ടെമ്പിള് നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ ഇത് വരും. രാവിലെ 7 തൊട്ടിട്ട് വൈകിട്ട് 7 വരെയാണ് ഇതിൻ്റെ സാധാരണഗതിയിലുള്ള സമയം. പിന്നെ വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഷോർട്സ്, സ്ലീവ്ലെസ് വസ്ത്രം ഒന്നും അവിടേക്ക് അനുവദിക്കില്ല. മുട്ടുമറയുന്ന വസ്ത്രം ധരിച്ചിട്ട് തന്നെ വേണം വരണമെങ്കിൽ. മൊത്തമായിട്ടുള്ളൊരു ചിത്രം കേട്ടോ. ഇതിൻ്റെയൊക്കെ മൗത്തിൽ ഇതേമാതിരി ബിൽഡിംഗ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളോട്ടാണ് ഇതിൻ്റെ കേവ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 5 എണ്ണം നമ്മളിപ്പോൾ കണ്ടു. അടിപൊളിയാണ്. ഇതാണ് കേട്ടോ ഈ പാറേൻ്റെ ഒരു പൂർണ്ണ രൂപം. ഇതിൻ്റെ ഈ ഭാഗത്തേക്കാണ് തുറന്നും കണ്ട് ടെമ്പിൾ ഉണ്ടാക്കിയത്. ബുദ്ധ ടെമ്പിൾ. 100 കണക്കിന് പ്രതിമകളും പിന്നെ പെയിൻറ്റിങ്ങുകളും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇവിടേക്കൊക്കെ അതേമാതിരി തന്നെ നമ്മൾ മഹാബലിപുരമൊക്കെ പോയാൽ കാണുന്ന ഈ സൈഡ് പാറ റോക്കാണിത്. പിന്നെ ഇതിലെങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലെ താഴേക്ക് പോയിട്ട് അപ്പുറത്തോട്ട് കറങ്ങി ആ സൈറ്റ് സീനൊക്കെ കണ്ടിട്ട് നമുക്കിത് ഇതേ വഴി വരാം. പിന്നെ അതിലെ താഴേക്ക് ഇറങ്ങാൻ വേറെ വഴി ഉണ്ടെന്നാണ് പറഞ്ഞു. പക്ഷേ നമ്മൾ കയറിയ സ്പോട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വഴി തന്നെ തിരിച്ച് പോകണം. അപ്പോൾ അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇത്. താഴെയൊക്കെ നല്ല ഫോഗ് വന്നിട്ടോ. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം തന്നെയാണ് അത്. നിറയെ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. പിന്നെ ഇവിടേക്കൊന്നും കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ അതാ കണ്ടില്ല, തെങ്ങേ കാണുന്നുള്ളൂ. ഇങ്ങനെ വിജയകരമായ
കേവ് ടെമ്പിൾ ടാസ്ക് പൂർത്തിയാക്കി നമ്മൾ താഴെ എത്തിയിട്ടു. കയറുന്നേക്കാട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങി വരാൻ. അത്രയും ഹൈറ്റൊന്നും അങ്ങനെ ഇറങ്ങണം. പിന്നെ നല്ല സ്റ്റെപ്പാണ്, അതുകൊണ്ട് അത്യാവശ്യം സൈഡൊക്കെ പിടിച്ച് ഇറങ്ങാൻ പറ്റും, വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ വണ്ടി ഉണ്ട്, ഇവിടെ എവിടെയോ നമ്മളെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി കയറി കുറച്ച് റെസ്റ്റ് ചെയ്യാം. നമ്മളെ കൂടെയുള്ള 2 ആൾക്കാർ ഇനി ഇതുവരെ വന്നില്ല. അപ്പം ഞാനും പ്രവീൺ ഭായി കൂടി ഇങ്ങോട്ട് പോകുന്നതാ. അങ്ങനെ കേവ് ടെമ്പിൾ നമ്മൾ യാത്ര തിരിച്ചു വിട്ടു. ഇനി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളംബോ എയർപോർട്ടിൽ ഇറങ്ങുക, അതേമാതിരി വണ്ടി എടുത്തിട്ട് കറങ്ങി കൊളംബോ എയർപോർട്ടിൽ തിരിച്ചെത്തുക എന്നുള്ള മാതിരിയാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ സ്പോട്ടിലേക്കും നമ്മൾ ഹാൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇനി അടുത്ത അട്രാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വേറെ ഇവിടെ കാണാനുള്ളൊരു അട്രാക്ഷൻ ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ കേവിൻ്റെ അടുത്തുനിന്ന് നേരെ അതിൽ വേണേൽ ഇറങ്ങാം, താഴേക്കൂടി റോഡിൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കയറാം. നമ്മളിത് റോഡിന് വന്നിട്ട് കയറിയതാണ്. ഇതാണ് ഗോൾഡൻ ബുദ്ധ, അതിൻ്റെ ടെമ്പിളാണിത്. ഇവിടെ തന്നെ വേറൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ മ്യൂസിയത്തിൽ എന്തായാലും നമ്മൾ കയറുന്നില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും ഹൈറ്റിലുള്ള ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിളാണിത്. അപ്പോൾ എന്തായാലും കേവ് കാണാൻ വരുന്നവർ ഇതുകൂടി കാണണം, ഇത് അടിപൊളിയാണ് സംഗതി. ശ്രീലങ്ക മീഡിയ നെറ്റ്വർക്കിൻ്റെ ഒരു ഓഫീസാണ് ഇതിനോട് ചേർന്നിട്ട് ഇവിടെ കാണുന്നത്. പിന്നെ ഡെമ്പിള ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ്റെ ഒരു ബിൽഡിങ് അടിപൊളിയാണ് ഇവിടെ കേട്ടോ. ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഇതിൻ്റെ ആ മെയിൻ്റനൻസും ഒക്കെ സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ബുദ്ധൻ്റെ നേരെ മുന്നിലുള്ളൊരു എന്താണ് ഇതിന് പറയാമെന്നറിയില്ല, ഒരു നിർമ്മിതിയാണ് ഇത്. ഈ പരിസരത്ത് ഇതാ വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചു വരുന്ന ഒരു ബോധിവൃക്ഷം, ഒരു ക്ഷേത്രത്തിൻ്റെ മാതിരി തന്നെ പരിഭാവനത കൊടുത്തുകൊണ്ട് ഉള്ളൊരു നിർമ്മാണം. അതിൻ്റെ സെൻട്രൽ കൂടിയായിട്ട് ആ ഒരു ബോധിവൃക്ഷം നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ ഇന്ന് സിഗിരിയെന്ന് നമുക്ക് കാൻഡിയിലാണ് കിട്ടും ഇന്ന് നമ്മൾ ഹാൾട്ട്. കാൻഡിയിലേക്ക് 90 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള 1-2 സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള സ്ഥലത്തേക്ക് ഇനി പോകുന്ന വഴിക്ക് 1-2 അട്രാക്ഷൻ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. കഴിക്കണം. അപ്പോൾ ഇവിടെ ഒരു ഹെർബൽ വില്ലേജ് ഉണ്ട്, അവിടെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. ആ ഹെർബൽ വില്ലേജിലാണ് വിവിധ തരം ഔഷധ ചെടികൾ നിറഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമാണ്. ഔഷധ ചെടികളുടെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ കാർഡ്മാൻ, അതേമാതിരിയുള്ള പല സാധനങ്ങളും ഇതിനകത്തുണ്ട്. എത്ര ഒരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ട് പുള്ളി, പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങാൻ ഒരു 1 hour സമയം ഉണ്ടെന്നാണ് പറഞ്ഞത്. കാണാൻ 1 മണിക്കൂർ എടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രീ ഫുഡ് മസാജ് എന്ന് പറഞ്ഞാൽ ഫുഡ് മസാജ് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ടാവും. അതായിരിക്കും അതിൻ്റെ പരിപാടി, അല്ലാണ്ട് വെറുതെ എങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്തും കുറേ ടൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാവരും നമ്മൾ കാണാത്ത കുറേ ചെടികൾ എന്തൊക്കെയോ ഇതിൻ്റെ അകത്തുണ്ട്. ഈ നമ്മൾ ഇന്ത്യ അല്ലെ കേരളത്തിനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ ശ്രീലങ്കയുടെ പാരമ്പര്യ വൈദ്യശാസ്ത്രം ശരിക്കും ആയുർവേദമാണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനുള്ള നല്ലൊരു അവസരവും നല്ലൊരു സ്ഥലവും കൂടിയാണ് ഇത്. കറുവപ്പട്ട, ഏലം, കുരുമുളക്, ജാതിക്ക, വാനില, കൊക്കോ, പിന്നെ ചന്ദനമരം തുടങ്ങിയ വിവിധ സസ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ചെടിയെക്കുറിച്ചും അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഓരോ ടീമിൻ്റെ കൂടെ അവരുടെ ഓരോ ഗൈഡും വരും കേട്ടോ. ആ സർവീസൊക്കെ നമുക്ക് ഫ്രീ ആണ്. ഔഷധ എണ്ണകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മരുന്നുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയും അവിടെ നമുക്ക് കാണാൻ പറ്റും. സന്ദർശകർക്കൊക്കെ അവിടെ ഒരു മസാല ടീ അല്ലെങ്കിൽ ഒരു ഹെർബൽ ടീ അവിടെ നമുക്ക് രുചിച്ച് നോക്കാൻ കിട്ടുന്നുണ്ട്. ഇവിടേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. എന്നാൽ അവരുടെ ഗൈഡിൻ്റെ സേവനത്തിന് ശേഷം ചിലപ്പം ഗൈഡിന് ചിലരൊക്കെ ടിപ്പ് കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഹെർബൽ ഉൽപ്പന്നങ്ങൾക്ക് സാധാരണ മാർക്കറ്റിനെക്കാട്ടിലും വില കൂടുതലാണ് കേട്ടോ. അപ്പം വാങ്ങുന്നതിന് മുമ്പ് അവിടെ പോകുന്ന ആരെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് വിലകളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ മാത്രം വാങ്ങുക. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് മസാജ് അല്ലെങ്കിൽ ഹെഡ് മസാജൊക്കെ ചെയ്ത് തരും. അതിന് ശേഷം ഇതിവിടെ അനിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. അനിലും നമ്മളുടെ സുധാകരനും ചെയ്യുന്നുണ്ട്. അപ്പം അത് ഫ്രീ ആണ്. പിന്നെ വേണമെങ്കിൽ അവർ ആ മരുന്ന് ഉപയോഗിച്ച മരുന്നോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറയുമായിരിക്കും. ഇതൊക്കെയാണ് ഈ പാർക്കിൻ്റെ ഉള്ളിലെ സ്ഥിതി കേട്ടോ. ഈ ഹെഡ് മസാജൊക്കെ ഫ്രീ ആണെങ്കിലും ഈ നെക്കും ഹെഡും ഒക്കെ ആയിട്ട് നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
വളരെ ഫ്രീ ആയിട്ടാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്ന മാതിരി ഒന്നല്ല, നല്ലതായിട്ട് ചെയ്തു. അങ്ങനെ ക്യാൻറ്റീനിലേക്കുള്ള യാത്രേൻ്റെ ആ ലാസ്റ്റ് ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയത്. ഒരു കൾച്ചറൽ ഷോ. ഇത് ക്യാൻറ്റീൻ ലേക്ക് ക്ലബ്ബ് അല്ലെങ്കിൽ ടൂത്ത് റിലീഫ് ക്ഷേത്രത്തിന് സമീപമാണ് ഇത് ഉള്ളത്, ഇതിൻ്റെ ഹാളുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മണി മുതൽ 6 മണി വരെയാണ് ഈ കൾച്ചറൽ ഷോ നടക്കുന്നത്. നമ്മൾ ഈ കൾച്ചറൽ ഷോ എന്ന് കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് തായ്ലാൻഡിലൊക്കെ പോയിരിക്കറിയാം, അതൊരു ഒന്നൊന്നര വൈബ് ഷോ ആയിരുന്നു. പക്ഷെ അത്ര തന്നെ ഇല്ലെങ്കിലും ഈ ശ്രീലങ്കയുടെ ആ സാംസ്കാരിക കൾച്ചറൽ ഷോ തന്നെയാണിത്. അതിൻ്റെതായ ഒരു ഭംഗിയൊക്കെ അതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റും ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ നേരിട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. പക്ഷേ നേരിട്ട് നമുക്ക് ഓൺലൈൻ നേരിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ചിലപ്പോൾ പെട്ടെന്ന് അവിടെ ഇത്രയും ഓടിച്ച് അവിടെ എത്തിക്കഴിഞ്ഞൊരു ടിക്കറ്റ് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അടിപൊളിയായിട്ടുള്ള ഡാൻസ് നൃത്തരൂപങ്ങളാണ് കേട്ടോ. ശ്രീലങ്കയുടെ തനതായ നൃത്തരൂപങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ശ്രീലങ്ക കാണാൻ പ്ലാൻ ചെയ്യുന്നവർ ക്യാൻറ്റീനിലുള്ള ഈ ഒരു നൃത്തരൂപം കൂടി അല്ലെങ്കിൽ ഈ കൾച്ചർ ഷോ കൂടി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമും അതിൻ്റെതായത് ഒരു ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി നേരമുണ്ട്. ആ ഹോളൊന്നും അത്ര വൃത്തിയോ അല്ലെങ്കിൽ വൃത്തിൻ്റെ അല്ല, അത്ര പോഷ് ഹോളൊന്നുമല്ല. എന്നാലും നമുക്ക് ഈ ഡാൻസൊക്കെ അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റിയ മാതിരി തന്നെയുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഒത്തിരി നേരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ മൊത്തമായിട്ടൊന്ന് റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ റെക്കോർഡ് ചെയ്യുന്നതിനൊന്നും ഇവിടെ പ്രശ്നമില്ല കേട്ടോ. തായ്ലാൻഡിലൊക്കെ നമ്മൾ ആ ഷോ റെക്കോർഡ് ചെയ്യുന്നതിനൊക്കെ അവർ റെസ്ട്രിക്ഷൻ ഉണ്ട്, അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഫോണൊക്കെ പിടിച്ചുകൊണ്ടു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. മൊത്തമായിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കൾച്ചറൽ ഷോ ഈ റെക്കോർഡിങ് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്താണ് ഇതേമാതിരിയുള്ള ഫയർ ഷോ ഒക്കെ നടക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഇതേമാതിരി കലാകാരന്മാർ കയ്യിൽ പന്തങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അഗ്നി നൃത്തം, വായിൽ നിന്ന് തീ തുപ്പുന്നതും തീക്കല്ലിലൂടെ നടക്കുന്നതും സാഹസിക പഠനങ്ങൾ നടന്നതാണ് ഈ നൃത്തം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിനുള്ളിൽ നടക്കില്ല. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് സജ്ജീകരിച്ച ആ ഒരു സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ശ്രീലങ്ക എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യത്തെ നമ്മൾ സ്റ്റേറ്റിന് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നടക്കുന്നൊരു നൃത്ത രൂപം, അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ നല്ലൊരു നൃത്തം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത് ഹോട്ടലിലേക്കുള്ള യാത്രയിലാട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലേക്കാണ്. സിഗിരിയെന്ന് ഇപ്പോൾ ക്യാൻറ്റീനിലെത്തിയിട്ടോ. സിഗിരിയ ആ ലൈൻ റോക്കൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഒരു 70-75 കിലോമീറ്റർ വേണം ക്യാൻറ്റീനിലേക്ക്. ക്യാൻറ്റീനിലാണ് ഇപ്പോൾ ഉള്ളത്, ക്യാൻറ്റീനിലെ ഹോട്ടലിലാണ്. നമ്മളിവിടെ ഒരു ലേക്ക് വ്യൂ ഹോട്ടലാണ് എടുത്തത്. ഇപ്പോൾ ലേക്ക് വ്യൂ കാണാൻ ബുദ്ധിമുട്ടാണ്, കാരണം രാത്രിയായി സമയം. ഞാനെൻ്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. വലിയ കിങ് സൈസ് ഒരു ബെഡുണ്ട്, പിന്നെ ഇൻ്റർകോമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി AC വേണ്ട ഫാന് വേണമെങ്കിൽ ഫാനുണ്ട്, AC ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ഷെൽഫ് കാണാം, പിന്നെ കോംപ്ലിമെൻ്ററി ചായക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കൂളർ ഇവിടെ കാണാം, ചെയറ്, ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ടോയ്ലറ്റ് കൂടി ഒന്ന് നോക്കിക്കളാം. കുഴപ്പമില്ലാത്ത വലിയൊരു ടോയ്ലറ്റ് ഉണ്ട്, അതിൻ്റെ ടബിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഹോട്ടൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ നമ്മളെ റിസോർട്ട് അത് അത്ര പോരാ, അതുകൊണ്ട് അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ രാവിലെ കാണാം, നമുക്ക് ലേക്കൊക്കെ രാവിലെ കാണാം. ഓക്കെ.